ഹലോ കൂട്ടുകാരെ, ഇന്നിപ്പോൾ നമ്മൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഹെർബൽ സ്ട്രാറ്റജിയോട് കൂടിയുള്ള ഒരു ജീവിത നിലവാരം നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഒരു തോട്ടും നമ്മളെ ഒരു ഫോക്കസും ഒക്കെ ഹെർബൽ രീതിയിൽ പണ്ട് ആളുകൾ എങ്ങനെയായിരുന്നോ നമ്മളെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ സംരക്ഷിച്ചിരുന്നത്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ട് ആ ഒരു രീതിയിലൂടെ നമ്മളെ സ്കിന്നും അതുപോലെ തന്നെ നമ്മളെ കഴിയണതും നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ പല്ല്, കണ്ണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൂക്കിൻ്റെ കാര്യങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു പരമാവധി നമുക്ക് പറ്റണ കോലത്തിൽ നമ്മൾ ഹെർബൽ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൊരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ. അത് എത്രത്തോളം നമുക്ക് ആ ഒരു ഹെർബൽ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ചുകൊണ്ട് കേട്ടോ, അറിയാതെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ആ ഒരു രീതിയിലല്ല, നമുക്കതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളതൊരു സ്ഥിരം ഒരു പതിവാക്കി എടുക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ സ്ഥിരം റൂട്ടീനെ പോലെ അത് നമ്മൾ കൊണ്ടുപോകണമെന്ന ഒരു സാഹചര്യത്തിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളെ ഒരു ചിന്താഗതിയും ഫോക്കസും. അങ്ങനത്തെ തയ്യാറുള്ളവർ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ളവർ, നമ്മളെ അത് ഉപയോഗിക്കാൻ തയ്യാറുള്ളവർ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. ഇങ്ങനെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പണ്ടുള്ള കാലത്തൊക്കെ നമ്മൾ പല്ല് തേക്കാൻ എന്തേലും ഉപയോഗിച്ചിരുന്നത്, നമ്മൾ പേസ്റ്റ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഇന്ന് കിട്ടണ മാതിരത്തെ എന്തെങ്കിലും ഒരു സംഗതികളുണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ ആയുർവേദ പൽപ്പൊടി, അതുപോലെ തന്നെ ഉമിക്കരി, അതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ അന്നുള്ള കാലത്ത് പല്ല് തേച്ച് വൃത്തിയാക്കിയിരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക്, അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇതിലേക്ക് നമുക്ക് ഇന്നത്തെ ലോകത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം കേട്ടോ. അങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് മാറി പ്രകൃതിയെ ചൂഷണം ചെയ്യൽ കുറക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രകൃതിയോടൊരിണക്കും, അതുപോലെ തന്നെ പ്രകൃതിക്ക് നമ്മളോടൊരിണക്കമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പ്രകൃതിയിൽ ലയിച്ച് ചേരും. ഇന്ന് നമ്മൾ ഏതൊരു കാര്യത്തിലും പ്രകൃതിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടാണ് നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ